വല്ല ഓൺലൈൻ ലോട്ടറി അടിച്ചിട്ട് വേണം സ്വന്തമായിട്ട് ഒരു ആഡ് കമ്പനിയൊക്കെ തുടങ്ങാൻ. പിന്നെ ആഡ് ഫിലിമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. അമ്മയെ ജോലിക്ക് വിടുകയും വേണ്ട. പണ്ട് ഏതോ ഒരു ശ്രീനിവാസ സിനിമയിൽ പറഞ്ഞ പോലെയാ. ഏതൊരു ശ്രീനിവാസനോ? ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞ്? എന്തൊരു മനോഹരമായ നടക്കാത്ത ബില്ല് വന്ന് എത്രയായി? 565 രൂപ 95 പൈസ. ഇത് ബാറ്റ കടയിൽ നിന്ന് നമ്മൾ ഷൂ മേടിച്ച പോലെ ഉണ്ട്. അതായത് 566 രൂപ. 66 രൂപ കൊടുത്താൽ 5 പൈസ തിരിച്ചു തരും. അത് കാലാകാലങ്ങളായിട്ട് ബാറ്റ കമ്പനിയുടെ ഒരു ഹോബിയാ. എന്നിട്ട് പേടിക്കട്ടോ, കാശ് കൃത്യമായിട്ട് തരാം. ഞങ്ങൾക്ക് ക്യാഷ് ടീമാ. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞ അപ്പന അങ്ങനെ തന്നെ. നിന്റെ ഷെയർ ഞാൻ ഇട്ടോളാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്. അത് അമ്മയോട് കടം വാങ്ങിയതല്ലേ? അവനെ നിർബന്ധിക്കുന്ന നന്ദിത. അവൻ വലിയ അഭിമാനിയാ. എനിക്ക് പിന്നെ അഭിമാനമോ അപമാനമോ ഇല്ലാത്തവനാണല്ലോ. അതുകൊണ്ട് ടിപ്പ് കൊടുക്കുന്ന ചില്ലറ എനിക്ക് അന്നേക്ക് ഞാൻ നോ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. കൂടെ മാത്താ 10,000-2,000 രൂപ ഞാൻ നിനക്ക് കടമുണ്ട്. പേടിക്കണ്ട, വാങ്ങുമ്പോ ഞാൻ പലിശ മുതലും കൂടെ വാങ്ങിക്കോളാം. ഇങ്ങനെ കിട്ടുന്ന പലിശക്കാശാണ് ഇടക്കിടക്ക് ഈ കാൽബറീസ് തട്ടണത്. നിന്റെ അച്ഛൻ. ഇനി എന്താ പ്രോഗ്രാം? എനിക്ക് സ്റ്റുഡിയോ പോണം. കുറച്ചു പേർക്ക് പെൻഡിങ്ങാ. അപ്പൊ നിന്നെ ഞാൻ ഡ്രോപ്പ്. അപ്പൊ നന്ദിതേ. നോ പ്രോഗ്രാം. വീട്ടിൽ പോകുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു. വീട്ടിലെ കൊറ്റക്കല്ലേ? അപ്പൊ ഞാനുണ്ട് കൂടെ. അപ്പൊ നീ എന്നെ ഡ്രോപ്പ് ചെയ്തോ? എടാ വൃത്തിയേട്ടവനെ, നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടെ വന്നത്? എന്നിട്ടൊരു പെണ്ണെ കൈ കിട്ടി എന്നെ വിട്ടു അല്ലേ? അതല്ലേലോ അവന്റെ സ്ഥിരം പരിപാടിയാ. എന്നാലും എന്റെ ശ്രീ, മാത്തനെ എവിടെയെങ്കിലും തനിച്ചുപേക്ഷിച്ചു പോകുന്നത് മോശമല്ലേ? മാത്തനല്ല, ആർക്കായാലും അത് ശരിക്കും ഫീൽ ചെയ്യും അല്ലേ മാത്ത? അപ്പൊ ഞങ്ങൾ ഇവിടത്തെ മാത്തിപ്പോ. നിനക്കൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയാൻ പാടില്ലടാ. ഇവരെ കണ്ട് പഠിക്കടാ. അപ്പൊ ഇത് കൂട്ടുകാരാണല്ലേ? അല്ല, ഫ്രണ്ട്സാ. നമ്മളാരാ മനസ്സിലായില്ല? ആണാ? എന്നെ കപ്പലിൽ നിന്നൊക്കെ പോയി ഫോട്ടോ എടുക്കടോ. എന്താണോ നന്ദു, ഇപ്പൊ പുറത്തിരുന്നാണോ പഠിത്തം? അത് ഞാൻ വെറുതെ പറയാ ശ്രീ കാര്യം. ദേ, ആ വീട്ടിൽ പുതിയ താമസക്കാരാ. കൂട്ടത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അവളെ കാണിക്കാനാ പുറത്തിരുന്നുള്ള ഈ അഭ്യാസം. ആണോടാ? അവളെയൊക്കെ ഞാൻ വിട്ടു ശ്രീയേട്ടാ. ഇപ്പൊ അവള് ചേച്ചിയാ നോട്ടം. കിട്ടും കേട്ടോ നിനക്ക്. ഇതൊക്കെ ചേട്ടന്മാരെ കൂടെ ഒന്ന് പഠിപ്പിക്കടേ. 8ാം ക്ലാസ്. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ട അങ്കിൾ ആന്റി. കറിക്കറിയാൻ ഞങ്ങളുടെ കൂടാം. കുറച്ച് കാത്തു നിന്നാ ഈ കറി കൂട്ടി ആഹാരവും തരാം. അടിയാ വേണ സഹായിക്കാം, പക്ഷെ 2ാമത്തെ ശിക്ഷ വേണ്ട. പിന്നെ സ്വന്തമായി ആഡ് ഫിലിം ചെയ്യാൻ വല്ല ഓപ്പർച്യൂണിറ്റിയും തരായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ ശ്രീ ഇവിടെ ഒന്ന് പറയില്ലേ? ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. അമ്മ എത്താറ, ഞാൻ ഇറങ്ങട്ടെ ആന്റി. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഫ്രിഡ്ജിൽ മീനിരിപ്പുണ്ട്, ശ്രീയുടെ ഫേവറേറ്റ് കരിമീൻ. വേണ്ട, ഞാൻ ഇറങ്ങാം. ശരി. അങ്ങനെ വലിയ ജാടയൊന്നും കാണിക്കണ്ട. മീൻ വേണമെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി ഞാൻ പൊതിഞ്ഞു തരാം. എന്താടാ ചേച്ചി കൊത്തിയില്ലേ? മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ? മുട്ടിക്കൊണ്ടേ ഇരിക്കുവാ ശ്രീയേട്ടാ. മുട്ടിക്കോ. പക്ഷേ അവസാനം അവര് പൊട്ടിക്കാനിട വരുത്തരുത്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിന്റെ ബൈറ്റ്സ്. താങ്ക്സ്. Come in. Dinner ready, madam. എന്തിനാ ഇതൊക്കെ നീ ഉണ്ടാക്കാൻ പോയേ? വന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നില്ലേ? അമ്മ ടയർഡായിട്ട് വരികയല്ലെന്ന് കരുതി. വാ കഴിക്കാം. ഞാനൊന്ന് മേലെ എഴുതി വരാം. അതൊക്കെ പിന്നെ കഴുകാം. ആദ്യം ഭക്ഷണം കഴിക്കും. പറഞ്ഞതനുസരിക്ക് അമ്മക്കുട്ടിക്ക് പണ്ടത്തെ പോലെ അനുസരണ തീരെയില്ല. ഫ്രഷ് ചപ്പാത്തി, നല്ല ബെസ്റ്റ് കറി കഴിക്കും. എന്നിട്ട് അഭിപ്രായം പറ. എന്തായാലും നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണ് ലക്കിയാ. താങ്ക് യു.
പോകാൻ എനിക്ക് സമയമില്ല. പിന്നെ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം നീ ഇതൊക്കെ ഒരു ചലഞ്ചായിട്ട് എടുക്കുമെന്ന്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. സെറ്റപ്പ് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. സ്റ്റോറി ബോർഡ് റെഡി? ഗുഡ് മോർണിംഗ്. ഇത് ഐശ്വര്യ. ഹലോ, ഐ എം ശ്രീനാഥ്, ആഡ് ഡയറക്ടറാണ്. ഡയലോഗ് എല്ലാം പഠിച്ചു. ഒന്ന് പറയാമോ? മലയാളി പെണ്ണും കല്യാണ്ട പൊന്നും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഓക്കെ ഓക്കെ, ഡയലോഗ് ഒന്നുകൂടെ നോക്കാം. ഓ ഷുവർ. റെഡി ബോയ്സ്? ബിജു, നമുക്ക് ആദ്യം ഒരു കോമ്പാക്ട് റേഞ്ച്. ഓക്കെ. അതെ, ഇവരെ മാത്രം പറഞ്ഞു വിട്ടതാ. ഇവരെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്ത ഐശ്വര്യ ആയിരിക്കുന്ന മാത്രം പറയണേ. അവനോ വന്നില്ല, എന്നിട്ടും എന്റെ ഫസ്റ്റ് ആർട്ട് ഫിലിം കൊളവാക്കാനാണോ അവന്റെ ഭാവം? ഇതൊന്ന് ഏരിയ കണ്ടുപോരുത്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്കൊരു റിഹേഴ്സൽ നോക്കാം. റെഡി? ഞാൻ പറയുമ്പോൾ ആക്ഷൻ. ഇതെവിടുന്ന കല്യാൺ ഫ്രെയിം ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒരു റിഹേഴ്സലൂടെ. ഓക്കെ. ഓക്കെ, ആക്ഷൻ. ആരാത്? ഏയ് ഫീൽഡ് ക്ലിയർ. മാറി നിൽക്കാൻ നിങ്ങളോടല്ലേ പറഞ്ഞ? മാറിക്കേ. ക്ലിയർ. ഏതായാലും നിന്റെ ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചാലും നന്നായിട്ട് ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു. ഞാൻ റഷസ് ഒന്നും കൂടെ കാണട്ടെ, നാളെ എഡിറ്റ് ചെയ്യേണ്ടതല്ലേ. ഓക്കെ, യു ക്യാരി ഓൺ. എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. എന്നാ നിങ്ങളും വിട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ. നമുക്ക് ഇത് ആദ്യം തൊട്ട് ഒന്നും കൂടെ കാണാം. എന്തിനാ ശ്രീ ഇത്ര പോഷ് റെസ്റ്റോറന്റ് വന്നത്? എന്നെങ്കിലും അമ്മയ്ക്ക് ഒരു ട്രീറ്റ് തരുന്നുണ്ടെങ്കിൽ അത് ഈ സിറ്റിയിലെ ഏറ്റവും പോഷ് റെസ്റ്റോറൻറ്റിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എന്റെ പോക്കറ്റ് എന്നെ അതിന് അനുവദിച്ചത്. ഒന്ന് പോടാ. അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആഡ് മകന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വർക്ക് ആവുകയെന്ന് വെച്ചാ, അത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വെച്ചാ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? പിന്നെ ഇല്ലാതിരിക്കൂ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. എന്റെ ഓഫീസിലും ആഡ് എല്ലാവർക്കും ഇഷ്ടമായി. ഇനി എനിക്ക് ഒരുപാട് ഓഫീസ് ഉണ്ടാവുമെന്ന് അവരൊക്കെ പറയുന്നത്. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? നീ തന്നെ പറയ്. സൂപ്പിൽ നിന്ന് തുടങ്ങിയാലോ? അതെ, അത് പ്രൊമോട്ട് ചെയ്യേണ്ട മാറ്റർ ആണല്ലോ. ആന്റി വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് കയറണ്ട. എടി പെണ്ണ, ഞാനൊന്ന് പറയട്ടെ. ഇല്ലത്തപ്പോ കാശും വണ്ടിയൊക്കെ കടം തരാൻ ഞാൻ, എന്നിട്ട് ആദ്യമായിട്ട് ഒരു ആഡ് ചെയ്തപ്പോ ട്രീറ്റ് അമ്മയ്ക്ക്. വേണ്ട, ഇനി നീ എന്നോട് മിണ്ടണ്ട. എടി അവിടെ നിൽക്കാൻ. ഇരിക്കേ. അതെന്തായാലും നന്നായി. ഇനി നിർമ്മലയുടെ പ്രോബ്ലംസ് ഒക്കെ നീ വേണം തീർക്കാൻ. ഇതുവരെ അവനെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പ്രോബ്ലംസ് തീർക്കാൻ. പക്ഷേ ഇനിയാണ് പേടി. സ്വന്തം കാലം നിൽക്കാൻ പോവല്ലേ? പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി അവളെ ഒന്ന് സോപ്പിടട്ടെ. ഓ ഹലോ, അതെ, തനിക്ക് ട്രീറ്റ് തന്നില്ല എന്നുള്ളത് നേരാ. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാര്യം കഴിഞ്ഞ് ആരെങ്കിലും കറിവേപ്പിലെ മൈൻഡ് ചെയ്യൂ? എടുത്ത് ഒറ്റ കയറല്ലേ? അതേപോലെ ഞാനും തന്നെ എടുത്ത് ഒറ്റ കയറിഞ്ഞു, അത്രേ ഉള്ളൂ. പോടാ. ഇതൊന്നും എന്റെ മാത്രം കുറ്റമല്ല. അല്ലല്ലോ എല്ലാ ആണുങ്ങളും ഇങ്ങനെ. എന്ത് അല്ലെന്ന് പറയാൻ പറ്റുമോ? അത്രയും സീരിയസ്. ഇനി ഒരു തമാശ. അവിടെ ഇരിക്കും മാഡം. ഒന്ന് തുറന്നു നോക്ക്. തുറന്നു നോക്കടോ.
ഇനി പറ ഞാൻ നിന്നെ മറന്നെന്ന്. സോറിടാ. ഹലോ പ്രദീപ്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. സോറിടാ. കല്യാൺ ജ്വല്ലറിയുടെ ആഡ് കണ്ട ശേഷം ശർമ്മ ഗ്രൂപ്പിന്റെ പുതിയ ആഡ് നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. സോ ഈ ആഡ് വളരെ നന്നായിരിക്കണം ശ്രീ. ഞാൻ ട്രൈ ചെയ്യാം മാം. പിന്നെ ഈ ആഡ് നന്നാവണമെങ്കിൽ മോഡൽസ് അത്ര ഇംപ്രസീവ് ആയിരിക്കണം. ഇത്രയും ഫോട്ടോസ് നോക്കിയിട്ട് എനിക്ക് ആരെ അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇതാ ഈ മാഗസിൻ കൊണ്ടുവന്നേ. എങ്ങനെയുണ്ട് ഈ കുട്ടി? കൊള്ളാം. ഇത് തന്നെ നമ്മുടെ അക്ഷി. കുട്ടിയുടെ പാരന്റ്സ് ഗൾഫിലാ. ഞാൻ അവരോട് സംസാരിച്ചു. ദേ ആർ വെരി മോഡേൺ. കുട്ടി തീരുമാനിക്കട്ടെ എന്നാ അവരുടെ സ്റ്റാൻഡ്. ശ്രീ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. അതിന് കുട്ടി എവിടെയുണ്ട്? എങ്കിൽ തുറന്നു പറയാം, കുട്ടിയെ കണ്ട നിമിഷം തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്ത്? അല്ല, മാഗസിനിൽ ഫോട്ടോ കണ്ടപ്പോ മോഡൽ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ, അല്ലാതെ മൊബൈൽ നമ്പർ അല്ല. ഈ പരസ്യത്തിന് ഇത്രയും നല്ല മോഡലിനെ വേറെ കിട്ടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഓ, ഹാനി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ ആഡിന്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഞങ്ങളുടെ കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതിനെക്കുറിച്ച് ചരിത്രവും പൗരധർമ്മവും ഒന്നും പറയണ്ട, ഇല്ല കുട്ടി. എടാ എടാ, കുട്ടി ഷൂട്ടിംഗ് ഡേറ്റ് എന്നാണെന്ന് ചോദിക്കുന്നു. എടാ, സിസ്റ്റേഴ്സ് ആടാ. അല്ലേ? അതെ അല്ലേ? ആണ്. ആ. നീ ഇന്നലെ എവിടെയായിരുന്നു? ആ, അത് ഇവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യണ കണ്ണിൽ കുത്തിത്തിരിയുടെ ഐലൻഡ്സ് കിട്ടിയിട്ടുണ്ടാവും. പോട്ടെ. ആ ശർമ്മ ഗ്രൂപ്പിന്റെ മോഡലിങ്ങിന് ഞാൻ ആനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാം. പക്ഷെ ഇവനൊരു അക്ഷരം ശ്രദ്ധിക്കണ്ടേ. ഇവൻ അപ്പോഴും ഏതോ വഴിയെ പോണ പെണ്ണുങ്ങൾ വായി നോക്കിക്കായിരുന്നു. ഏതോ വഴിയെ പോണ പെണ്ണല്ല. ആ കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ഫസ്റ്റ് ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് വർക്കിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് എവിടെയോ നിന്നെന്ന പോലെ കയറി വരികയായിരുന്നു ആ കുട്ടി. ഇതിപ്പോൾ രണ്ടാമതൊരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോഴും ആ കുട്ടി കയറി വന്നു. അന്ന് എൻ്റെ ഫ്രെയിമിലേക്ക് കയറി വന്ന പോലെ തന്നെ. എന്താടാ? മൂന്നാമത് ആ കുട്ടി. ഏത് കുട്ടിയുടെ കാര്യം നിങ്ങൾ പറയുന്നേ? ഇവൻ പറഞ്ഞ കുട്ടിയുടെ. എവിടെ എവിടെ? അവിടെ അവിടെ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ബ്ലാക്കാ? അല്ല, ഗ്രീനാ? ഓറഞ്ച്. അമൃത, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. ഹലോ. ഹലോ. ഞാനൊരു താങ്ക്സ് പറയാന്ന് കരുതി വന്നാ. ഞാൻ ഈ ഹോസ്റ്റലിലാണെന്നൊക്കെ എങ്ങനെ അറിയാം? അറിയാം. ഇന്നലെ ആ സിറ്റുവേഷനിൽ എനിക്ക് വേണ്ടി താൻ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലീസുകാരനെ തൂക്കിയെടുത്തോണ്ട് പോയേനെ. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യാൻ കഴിയാതെ വന്നേനെ. താങ്ക്സ് എ ലോട്ട്. ഇറ്റ്സ് ഓക്കേ. പിന്നെ വിരോധമില്ലെങ്കിൽ കുട്ടിയെ എനിക്കൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, ഞാൻ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫൈനൽ എക്സാം വരികയാണ്. എനിക്ക് അധികം സമയമൊന്നും വേണ്ട. സോറി, ഞാനൊരു ബുക്ക് പകുതിക്ക് നിർത്തിയിട്ടാ പോകുന്നത്. ഓ, ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ഹോസ്റ്റലിൽ വെച്ച് എന്നെ ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ വെച്ച് സംസാരിച്ചാൽ പറ്റൂ, പരിചയപ്പെട്ടേ പറ്റൂ. പ്ലീസ്. കുട്ടിയുടെ പേരും നാടും ഒക്കെ എനിക്കറിയാം. എങ്ങനെ അറിയാം? അറിയാമെന്ന് വെച്ചോളൂ. ഇനി എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഐ എം ശ്രീനാഥ്. ഒരു ആഡ് ഫിലിം മേക്കറാണ്. അത്ര ഫേമസ് ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഇനി എനിക്ക് ശരിക്കും പറയാനുള്ള കാര്യത്തിലേക്ക് കടക്കാം.
ഞാൻ ആദ്യമായി ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് കയറി വരികയായിരുന്നു കുട്ടി. അന്ന് കുട്ടി എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങനെയാണ് കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത്. എന്നിട്ട് പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് ആ അപകട സ്ഥലത്ത് വെച്ച് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടു. ഓരോ തവണ കാണുമ്പോഴും അത് യാദൃശികമല്ല എന്ന് എന്തോ ഒരു തോന്നൽ. ആരോ ഒരാൾ മനഃപൂർവ്വം എന്നെ കൊണ്ടുചെന്ന് കാണിക്കും പോലെ. ഇനി ശ്രീനാഥ് ഇങ്ങോട്ട് പറയാൻ പോകുന്ന ഡയലോഗ് ഞാൻ അങ്ങോട്ട് പറയട്ടെ? അല്ല, അതെങ്ങനെ? അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എന്നാ ഒന്ന് പറഞ്ഞു നോക്ക്. ഇങ്ങനെ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് കുട്ടിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നുക എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടോ. എന്താ ശരിയല്ലേ? പക്ഷെ തൽക്കാലം എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ നമ്പറിലൊന്നും വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണവും പറയാം. കാണുക, ഇഷ്ടപ്പെടുക, ഇതൊക്കെ ഏതൊരു ചെറുപ്പക്കാരനും പെൺകുട്ടികളോട് തോന്നുന്ന തികച്ചും സാധാരണമായൊരു കൗതുകമാണ്, അല്ലേ? തമാശയാ. എന്ത് ചെയ്യാനാ, എനിക്ക് ഇത്തരം തമാശകളൊന്നും താല്പര്യമില്ല, സമയവുമില്ല. ആഹാ, പർച്ചേസിന് കൂടെ വരാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ കുത്തിയിരിക്കുകയാണോ? എന്ത് നല്ല കുട്ടി. ഇതാരാടാ? ഇതാണ് അമൃത. ഓ, അതെ, ഇന്നൊരു സംഭവം ഉണ്ടായി. അവിടെ ഇരിക്കേ. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഈ കുട്ടി ഇന്ന് എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പാ കുട്ടിക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ അപ്പം മുതൽ എനിക്ക് ആ കുട്ടിയോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങി. എനിക്ക് അവളോടുള്ള ഇഷ്ടം തമാശയാണെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ആ കുട്ടി എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അല്ല, അതിന് അവളെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലല്ലോ. എന്നാലും എനിക്ക് അവളോടുള്ള ഇഷ്ടം തമാശയല്ല എന്ന് ഞാൻ എങ്ങനെയാ കുട്ടിയൊന്ന് ബോധ്യപ്പെടുത്തുക? അതിനുള്ള വഴികളാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഉപദേശമൊന്നും നിന്റെ തലയിൽ കേറിയില്ല എന്നർത്ഥം. സോറി, ഇല്ല. ഇനി ഈ സിറ്റുവേഷനിൽ അമ്മയുടെ തലയിൽ വല്ല ബുദ്ധിയും വരുന്നുണ്ടോ? ദേ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്നാലും എന്തെങ്കിലും ഒരു ഐഡിയ പറയമ്മേ. സത്യത്തില് എനിക്ക് ആ കുട്ടിയോട് അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ ശ്രീനാഥിന്റെ ഫ്രണ്ട്സാ. ഓ, പക്ഷെ ഞങ്ങളിപ്പോ സ്ത്രീ പറഞ്ഞിട്ടല്ല കുട്ടിയെ കാണാൻ വന്നത്, നിർമ്മലാൻറ്റി പറഞ്ഞിട്ടാ. നിർമ്മലാൻറ്റി എന്ന് പറഞ്ഞ സ്ത്രീയുടെ അമ്മ. ആന്റിക്ക് അമൃതയുടെ അഡ്രസ് ഒന്ന് വേണമായിരുന്നു, മറ്റൊന്നിനുമല്ല. അമൃതയുടെ വീട്ടിൽ പോയി പാരന്റ്സിനെ മീറ്റ് ചെയ്യാനാ, ഫോമലായി ശ്രീക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ. ഞാൻ അമൃത. ശ്രീയുടെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വന്നിരുന്നു. അവര് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്താ മോളെ? അല്ല, അവരെ ആന്റി അങ്ങോട്ട് അയച്ചെന്ന് പറഞ്ഞു. അത് സത്യമാണോ? അതെ. എന്തേ? ഞാനത് പെട്ടെന്ന് വിശ്വസിച്ചില്ല, അതുകൊണ്ടാ. അമൃത ഇപ്പോഴും അഡ്രസ് തന്നില്ല. അതിനു മുൻപ് എനിക്ക് ശ്രീനാഥിനോടൊന്ന് സംസാരിക്കണം. ശ്രീനാഥ് എന്നോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫസ്റ്റ് ആഡ് ഫിലിമിന്റെ ഫസ്റ്റ് ഫ്രെയിമിൽ എന്നെ ആദ്യം കണ്ടേന്ന്. എന്നാൽ അതിനു മുൻപേ ഞാൻ ശ്രീനാഥിനെ കണ്ടിരുന്നു. ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ ആ ബ്രിഡ്ജിന് മുകളിൽ നിൽക്കായിരുന്നു അപ്പോൾ ശ്രീനാഥ്. അതിനുശേഷം അമ്മയുടെ കൂടെ ചിരിച്ചുകൊണ്ട് ആ റെസ്റ്റോറൻറ്റ് വന്ന് കയറിയപ്പോൾ, കൂട്ടുകാരുടെ കൂടെ ബഹളം വെച്ച് മറ്റൊരു റെസ്റ്റോറൻറ്റ് കയറി പോയപ്പോൾ, അങ്ങനെ ഓരോ തവണയും ശ്രീനാഥ് എന്നെ കാണും മുമ്പേ ഞാൻ ശ്രീനാഥിനെ കണ്ടിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ സമ്മതിക്കാം, അപ്പോൾ ശ്രീനാഥൻ എന്നോട് തോന്നിയതെല്ലാം എനിക്ക് ശ്രീനാഥിനോട് തോന്നിയിട്ടുണ്ട്. എന്നാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല ശ്രീനാഥ്. നിങ്ങളുടെ അമ്മ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പം എനിക്കറിയാം. അതുപോലെ എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരാൾ എനിക്കുമുണ്ട്, എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ മാത്രം ഇഷ്ടത്തിന് എന്നെ വിവാഹം കഴിച്ചയക്കൂ. അത് അച്ഛൻ്റെ ഒരു വാശിയാ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഇഷ്ടവും എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ ഇഷ്ടവും ഒന്നും അച്ഛന് ഉൾക്കൊള്ളാനാവില്ല. ഇതൊന്നും അച്ഛൻ്റെ കുറ്റമല്ല, അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്.
പിന്നെ ഞാനും അച്ഛനെ എതിർത്തൊന്നും ചെയ്യില്ല. അതിനും ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളും. അതുകൊണ്ട് പറയാ, എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്നെ അല്ല ശ്രീനാഥിനെ ലഭിക്കുക. വേദനയാ, വേദന മാത്രം. അമൃത, എടാ കുട്ടി എന്താ പറഞ്ഞത്? അവളുടെ അച്ഛൻ്റെ ഇഷ്ടത്തിന് അവളെ കെട്ടിക്കുന്നു, അല്ലാതെ അവളുടെ ഇഷ്ടം അവിടെ നടക്കില്ല. അച്ഛനെ എതിർത്ത് അവളൊന്നും ചെയ്യേയില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വളഞ്ഞ വഴി നോക്കുന്നു. നാളെ തന്നെ നമ്മൾ അമൃതയെ ചെന്ന് കാണുന്നു, അച്ഛനെ പരിചയപ്പെടുത്താൻ പറയുന്നു, അങ്ങേരെ ഇംപ്രസ് ചെയ്യുന്നു, മോളെ കെട്ടിക്കുന്നു, അങ്ങേരെ കൊണ്ട് എന്നെ പറയിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ മകളെ വളയ്ക്കുന്നതിന് പകരം നമ്മൾ അവളുടെ അച്ഛനെ വളയ്ക്കുന്നു. ഓക്കെ? എക്സ്ക്യൂസ് മീ, എനിക്ക് MCA പഠിക്കുന്ന അമൃതയൊന്ന് കാണണമായിരുന്നു. അമൃത, ആ കുട്ടി വെക്കേറ്റ് ചെയ്ത് പോയല്ലോ. പോയോ? ആ, ഇന്നലെ എക്സാം കഴിഞ്ഞത്. ഇന്ന് രാവിലെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഒന്ന് മാറിക്കേ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. വാ, ഒന്ന് വേഗം ഇറങ്ങ്. ഹലോ, ഞാൻ അമൃതയാ. ഞാൻ നാട്ടിലേക്ക് പോവാ, പറയാതെ. പക്ഷെ എന്തോ എനിക്കിപ്പോ പറയണമെന്ന് തോന്നി. ഒരുപാട് ദൂരെ, ഒരുപക്ഷെ ശ്രീനാഥ് കേട്ട് കാണും. സ്വർഗപുരം എന്ന ഗ്രാമം. അച്ഛൻ ദേവേന്ദ്ര പട്ടേലർ. ഗ്രാമത്തില് അച്ഛനെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഞങ്ങളുടെ വീട് ചോദിച്ച ആരും കാണിച്ചു തരും. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്ന് അറിയില്ല. എന്തോ ശ്രീനാഥ് ഇതൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് തോന്നി. ഇനി അങ്ങനെ അല്ലാന്നുണ്ടോ? എങ്ങനെയാ വെക്കുക? അതെ, അന്തം വിട്ട് ഓടുന്ന കണ്ടല്ലോ, പിന്നെ എന്തിനാ നിന്ന് കളഞ്ഞത്? അതെ, ആ പട്ടേലരും പട്ടിയും പുറത്തുണ്ടോ എന്ന് നോക്കണ്ടേ? പട്ടേലരുടെ കാര്യം എനിക്കറിയില്ല. പട്ടി ഉണ്ടെങ്കിൽ തന്നെ കൂട്ടിലായിരിക്കും. കേറിക്കോ. കൂട്ടിലാണെങ്കിൽ തന്നെയും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല, കാരണം പട്ടിയാണേ. അതെ അതെ, ഇവിടെ എങ്ങും ഇല്ലെന്നാ തോന്നുന്നു. പട്ടി എന്ത് ചെയ്യും? അതൊക്കെ തല്ലി ഞാൻ പറഞ്ഞേക്കാം, കൊല്ലും. പോ പട്ടി, പട്ടി അരച്ചതില്ലാത്ത പട്ടിയാണത്. പോകാൻ പറഞ്ഞില്ലേ? അയ്യോ, അടി വന്നേ, എന്റെ പട്ടി വന്നേ. മരത്തിന്റെ മുകളിൽ ഞാൻ എങ്ങനെ കയറി? ഞാനിവിടെ ഇരിക്കുന്ന കാര്യാക്കണ്ട. ചേച്ചി കുളിച്ചോ കുളിച്ചോ. അയ്യോ, ഓടി വരണേ. ഒരുത്തൻ എന്നെ ഒളിഞ്ഞു നോക്കുന്നേ. നോക്കണോ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ.
എന്തിനാ മരത്തിന്റെ മേളിൽ കയറി? പട്ടി ഓടിച്ചിട്ട് ഇപ്പൊ കേറിയതാ. അയ്യോ അയ്യോ. അയ്യോ അയ്യോ മാതാ ഇതെന്തു പറ്റി? നീ ആളാകെ അവശനായിരിക്കുന്നു. വല്ലയിടത്തും വീണ അതോ? ദുഷ്ട, ആ പണ്ടാര കലന്മാർ എന്നെ തല്ലിക്കൊല്ലണ കണ്ടപ്പോ നീ അവിടെ നോടി രക്ഷപ്പെട്ടു അല്ലേ? അതിപ്പോ നിന്നോട് ആരെങ്കിലും പറഞ്ഞു അതിനിടെ സ്ത്രീ ഒളിച്ചു നോക്കാൻ? നിനക്ക് ഇത്ര സ്വഭാവം മുമ്പില്ലായിരുന്നല്ലോ. വന്ന് വന്ന് നീ ആകെ വഷളായി മാറിക്കൊണ്ടിരിക്കുക. മോശം, വളരെ മോശം. എന്റെ വായിലിരിക്കുന്ന നീ കേൾക്കും, പറഞ്ഞേക്കാം. ഞാനിവിടെ വരും മുമ്പ് കരുതിയത് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം ആ പട്ടരാണെന്നാണ്. പട്ടരല്ലടാ, പട്ടേലർ. ഏത് ടൈലറെങ്കിലും ആവട്ടെ, പക്ഷെ ഇപ്പൊ മനസ്സിലായി പ്രശ്നം അയാളല്ലെന്ന്. പിന്നെ ആരാ? ഈ പട്ടി അല്ലാതെ ആരാ? എനിക്കല്ലേ അലുവത്തിന് ഇപ്പൊ മയങ്ങി വീണ് കണ്ട് ഇതിപ്പോ വീഴും. അവളും നീ ഇത് എങ്ങോട്ടാന്ന് വിചാരിച്ച ചവിട്ടണത്? മോനെ, തിരിച്ചു വന്ന് പട്ടേലര് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോലും തിരിച്ചു വരാത്ത അത്ര ദൂരത്ത് വേണം പട്ടിയെ കൊണ്ട് കളയാൻ. ഇങ്ങനെ പോയാലേ നമ്മുടെ ഗതി എന്താവും ആശാനെ? ഇങ്ങനെ പോയാൽ നമ്മൾ വല്ല വാർക്കപ്പണിക്കും പോണ്ടി വരുമെന്നാ മോനെ തോന്നണത്. ദൈവം എന്തെങ്കിലും ഒരു വഴി തെളിക്കാതിരിക്കില്ല. തെളിച്ചാശാനെ തെളിച്ച് ആരോ സൈക്കിളിൽ വരുന്നുണ്ട്. എന്താടാ ഈ നേരത്തെ ഇതിലെ കണ്ടിട്ട് ഈ നാട്ടുകാരായിട്ട് തോന്നണില്ലല്ലോ. നാട് മാറി മോഷ്ടിക്കിറങ്ങിയതല്ലേ? അയ്യോ ചേട്ടന്മാരെ, ഞങ്ങള് കള്ളന്മാരൊന്നും അല്ല. പട്ടേലരുടെ വീട്ടിൽ പുതിയതായി താമസിക്കാൻ വന്നവരാ. പട്ടേലരുടെ വീടോ? വളവിലെ വീടില്ലേ? പിന്നൊരു കാര്യം, പോകുമ്പോ സൂക്ഷിച്ചു കണ്ടൊക്കെ പോയാ കൊള്ളാം. കള്ളന്മാര് മാത്രമല്ല, പോലീസുകാർ ഇറങ്ങുന്ന സമയാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടോ. എന്ത് നല്ല മനുഷ്യരവരല്ലേ? നല്ലതായാലും ചീത്തയായാലും അവിടെ നാക്ക് കരുനാക്കാടാ. എവിടെയാടാ രാത്രിയിലൊരു കറക്കം? നിന്നെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ അല്പം വടക്കാ. വെടക്കല, വടക്ക് വടക്ക് വടക്ക്. എന്താടാ ചാക്കില്? ചാക്കില് അലുവ. അലുവ ചാക്കി പൊതിഞ്ഞോണ്ടാ? അത് ഈച്ചയുടെ ശല്യം. രാത്രി എവിടെയാടാ ഈച്ച? ഈച്ചയില അല്ല തണുപ്പ് ശരിയാവില്ല. അലുവ തന്നല്ലേ നിന്നെല്ലാം ഉണ്ടല്ലോ. എടാ നിന്റെ കളി നമ്മളെടുത്താ. ഇത് തന്നെ നിർത്ത്. അവിടെ കിടാടേ മണ്ടന്മാര് കൃത്യമായിട്ടും വീട് പറഞ്ഞു എന്ന്. എന്താ സ്വാമി തുറക്കാനും പറ്റുന്നുണ്ടല്ലോ. എന്തായി പറ്റത്തില്ല. വെറുതെ ആശാന്മാർക്ക് നാണക്കേണ്ടാക്കാനായിട്ട് ഓരോ ടീമുകളെ കക്കാൻ ആശാനെ കൊണ്ട് പറ്റുന്നില്ലല്ലേ? ഒന്നും നടക്കില്ലടേ. നമുക്ക് നമ്മുടെ പഴയ പരിപാടി തന്നെ പറ്റുള്ളൂ. കുഞ്ഞേ ഓടേ ശരണം. ആ VCD പോയതില എനിക്ക് സങ്കടം. അതിൽ ഞാൻ അമൃതയെ ആദ്യം കണ്ട ഷോട്ട് ഉണ്ടായിരുന്നു. 10,000 രൂപയുടെ പ്ലെയർ പോയതിലല്ല, അവളുടെ ഒരു ഷോട്ട് പോയതിലാണ് സങ്കടം അല്ലേ? നിങ്ങളെ പട്ടേലർ വിളിക്കും. വരണം വരണം. ആരാ ഇന്നലെ രാത്രി ഇവിടുത്തെ പട്ടിയെ പിടിച്ചോണ്ട് പോയത്?
അത് ശരി, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഈ കള്ളന്മാര് വന്ന് വന്ന് എന്തൊക്കെയാ മോഷ്ടിക്കുന്നേ? കഷ്ടം, പട്ടിക്ക് പോലും സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഏയ്, ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇന്നലെ രാത്രി ഞങ്ങൾ കൂർക്കം വലിച്ച് ഭയങ്കര ഉറക്കമായിരുന്നു. ഇന്ന് നേരം വെളുക്കുമ്പോ ഒരു പട്ടി ഭയങ്കര കുറയുന്നു. ഞാൻ കേട്ടില്ല, നീ കേട്ടാ? കേട്ടെങ്കിൽ പറ, ഞാൻ അതാറ്റിയാണെങ്കിൽ ആ പട്ടി. എന്നാൽ ഇവരെ നിങ്ങൾക്ക് അറിയുമെന്ന് നോക്ക്. ഉത്തമ, മണികണ്ഠ, ഇവിടത്തെ പട്ടിയെ നിങ്ങൾ ഇന്നലെ രാത്രി ഒരു ചാക്കിൽ കെട്ടി സൈക്കിളിൽ കൊണ്ടുപോയി എന്ന് ഇവര് പറയും. സത്യ എവിടെ കയ്യിൽ നിന്ന് പട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാ അതെന്നെ കടിച്ചേച്ച് പോയത്. കഴിഞ്ഞ 6 കൊല്ലമായി ഈ വീട് കാക്കുന്നവളാണ് ജാൻസി. ഇന്ന് നേരം ഇരുട്ടുന്നതിന് മുമ്പ് ജാൻസി വീട്ടുമുറ്റത്തുണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും. എടാ, ഇതെന്താ പട്ടികളുടെ പാർട്ടി കോൺഗ്രസ്സാ? ഇതിലേതാ പട്ടേലരുടെ പട്ടി? അത് കണ്ടുപിടിക്കണമെങ്കിൽ പട്ടരെ തന്നെ വിളിച്ചുകൊണ്ട് വരണം. ശരിയായ പട്ടിയെ പട്ടർ തന്നെ തിരഞ്ഞെടുക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ശരിയായ പട്ടിയെ തിരഞ്ഞെടുക്കണം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയ അവന്മാര് നമ്മളെ മിച്ചം വെച്ചേക്കത്തില്ല. പിന്നെ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്, നീ ആ തെങ്ങയിലോട്ട് കയറ്. അവിടെ നിന്ന് നോക്കിയാ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് കറക്റ്റ് ഐഡിയ. കാട്ടിത്തരണേ. ഏതാടാ പട്ടന്റെ പട്ടി? നീ ഇവിടെ എന്നെ കുളിക്കാൻ സമ്മതിക്കല്ലേ? അയ്യോ, ഓടി വരണേ. ഇവൻ എന്നെ പിന്നെ ഒളിഞ്ഞു നോക്കുന്നേ. ദൈവമേ, ഇതെന്നെ തല്ലു വിളിച്ച സ്ത്രീയല്ലേ? ഇവർക്ക് ഇതെന്നെ പരിപാടിയാ. ആരും ബഹളം ഉണ്ടാക്കരുത്, ഞാൻ ഇറങ്ങി വന്നത്.